നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എടി നിനക്ക് വേണ്ടിയല്ലേ ഞാൻ അവളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്തണമെന്നില്ല. അങ്ങനെ കേൾക്കുമ്പോ എന്തോ അതിലൊരു കുഴപ്പം എനിക്ക് തോന്നും. നീ എന്താ ഉദ്ദേശിച്ചത്? ഉദ്ദേശിച്ചത് എന്തെങ്കിലും ആവട്ടെ. അജേട്ടൻ വാ, വന്ന് വേഷം മാറി കിടക്കാൻ നോക്ക്. അത് ശരി. അപ്പൊ നിന്റെ മനസ്സിലിരിപ്പതായിരുന്നല്ലേ? നമുക്ക് കാലത്ത് സംസാരിക്കാം അജേട്ടാ. എനിക്ക് നിന്നോട് പുല്ലും സംസാരിക്കാനല്ലടി. ഞാൻ എന്ത് തെറ്റ് പറഞ്ഞു? വെറുതെ ഓരോന്ന് എന്നെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ. നീ ഒരു തെറ്റും പറഞ്ഞിട്ടില്ല. തെറ്റൊക്കെ എന്റെ ഭാഗത്താ. ഞാനൊരു നല്ല മനുഷ്യനായി പോയി. അതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. വേറെ ഏതെങ്കിലും ആണുങ്ങളായിരുന്നെങ്കിൽ ഈ ഗതി അവർക്കുണ്ടാവുമായിരുന്നോ? അതെ, ആ സിന്ധു തെറ്റം ചെയ്തിട്ടല്ലോ ഞാൻ അവളെ കൊന്നത്. അവൾ എന്നോട് ഒരു ഇത്തിരി സ്നേഹം ചോദിച്ചെന്നല്ലേ ഉള്ളൂ. നിന്നോടുള്ള സ്നേഹ കൂടുതലുണ്ടാ ഞാനത് നിഷേധിച്ചു. ഒരു പ്രത്യേക സാഹചര്യത്തില് അങ്ങനെയൊക്കെ സംഭവിക്കുകയും ചെയ്തു. എല്ലാം നിനക്ക് വേണ്ടിയായിരുന്നു. നിന്നോടുള്ള അമിത സ്നേഹമുണ്ടായിരുന്നു. ഞാനത് സമ്മതിച്ചല്ലോ. ഓർക്കാൻ പാടില്ലാത്ത കാര്യങ്ങള് ഓർമ്മിപ്പിക്കരുത് എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ആരോർമ്മിപ്പിച്ച്? ഞാനോ? നീയല്ലടി ഓരോന്ന് പറഞ്ഞ് ചൊറിഞ്ഞോണ്ട് വന്നത്. സ്വന്തം ഭർത്താവ് മൂക്കറ്റം കുടിച്ച് നെറ്റി മുറിച്ചോണ്ട് വരുമ്പോ എന്താ പറ്റിയെന്ന് ചോദിക്കാൻ പാടില്ലേ? നീ ചോദിച്ചു, ഞാൻ മറുപടിയും തന്നു. അത് അവിടെ കഴിഞ്ഞില്ലേ? പിന്നെ നിനക്കെന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് എന്റെ അജയേട്ടനെയാ, പഴയ അജയേട്ടനെ അല്ല. ഇപ്പൊ എന്റെ കൺമുന്നിൽ നിൽക്കുന്ന ഈ അജയേട്ടനും അല്ല. ഇടക്കാലത്ത് എന്നെ ജീവനെ പോലെ സ്നേഹിച്ച, അല്ലെങ്കിൽ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിച്ച ആ അജയേട്ടനെ. ആ അജയൻ മരിച്ചു. ഇനി ആ അജയൻ ഉയർത്തെണീക്കാനും പോകുന്നില്ല. നീ പോകാൻ നോക്ക്. എങ്ങോട്ടാ പോടി? ഇങ്ങനെ വെറുക്കാൻ ഞാൻ എന്താ ചെയ്ത്? നിങ്ങൾ പറയുന്നതെല്ലാം കണ്ണടച്ച് വിശ്വസിച്ച് ഇപ്പോഴും കൂടെ നിൽക്കുന്നതിനുള്ള പ്രതിഫലമാണോ ഇത്? അയ്യോ, ആര് പറഞ്ഞടി കൂടെ നിൽക്കാൻ? ഞാൻ പറഞ്ഞല്ലോ ഇറങ്ങി പോവാൻ. എങ്ങോട്ടാ ഇറങ്ങി പോടി? അജേട്ടാ, മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാൻ പോടി. ശാപം. പൊട്ടിത്തെറി പരസ്യമായി തുടങ്ങിയല്ലേ? പാവം, അവക്ക് നമ്മളോടൊന്നും പറയാനും വയ്യ. അത്ര പാവമൊന്നുമല്ല. ഇത്രയും വലിയ ഷോ ഒക്കെ ഇറക്കിയതല്ലേ, കുറച്ച് അനുഭവിക്കട്ടെ. ഏതായാലും താഴെ വരാതെ സമ്മാനം വാങ്ങാൻ പറ്റില്ലല്ലോ. പോട്ടേടി, ഒരുപാട് കാലം കൂടപ്പിറപ്പിനെ പോലെ ഉണ്ടായിരുന്നവളല്ലേ. അവക്ക് നല്ല ബുദ്ധി തോന്നാൻ നമുക്ക് പ്രാർത്ഥിക്കാം. യോ, ഇങ്ങനൊരു മദർ തെരേസ. നിങ്ങൾ ഒറ്റയ്ക്കങ്ങ് പ്രാർത്ഥിച്ചാ മതി. ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ കിട്ടില്ല. ഹലോ. ഹലോ, അജയ് വീട്ടിലെത്തിയോ? ആ, എത്തി. എന്താ വെക്കില്ലേ? ഒന്നുമില്ല, വെറുതെ കുശലം പറയാൻ വിളിച്ചതാ.
അജയന്റെ സമാധാനം പോയില്ലേ? ഞാൻ പറഞ്ഞില്ലേ എന്നെ പേടിക്കണ്ടെന്ന്, ഞാൻ ചതിക്കില്ലെന്ന്. ഈ ഭൂമിയിൽ ഞാൻ ആരെ ഒറ്റ കൊടുത്താലും ഞാൻ അജയനെ ഒറ്റ കൊടുക്കില്ല. അജയൻ എന്താ ഒന്നും പറയാത്തെ? ഞാനെന്തു പറയാൻ, വക്കീല് പറഞ്ഞോണ്ടിരിക്കല്ലേ. ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? എന്താ? അജയനിപ്പോ എന്നോട് തോന്നുന്ന വികാരം എന്താ? എന്താ അജയ? ചോദിച്ചത് കേട്ടില്ലേ? കേട്ടു. പിന്നെന്താ ഒന്നും പറയാത്തെ? ഈ ഒരു അവസ്ഥയിൽ ഞാൻ എന്തു പറയാനാ വക്കീലെ? മനസ്സിലായില്ല. മനസ്സിലുള്ളത് തുറന്നു പറയുന്നതിന് മുമ്പ് വക്കീലിനെ തകർത്ത് കളഞ്ഞില്ലേ? എന്താ, ഞാൻ പറഞ്ഞ സത്യമല്ലേ? സത്യം മാത്രം പറയുന്ന പ്രിയപ്പെട്ട അജയ, ഞാൻ തിരിച്ചങ്ങോട്ടൊരു സത്യം പറയട്ടെ. അജയൻ വിചാരിക്കുന്നത് പോലെ ഞാനൊരു ഭീകരവാദിയൊന്നുമല്ല. ഒരു പെണ്ണ്, ഒരു സാധാരണ പെണ്ണ്, മജ്ജയും മാംസവും വികാരങ്ങളും വിചാരങ്ങളും ഉള്ള ഒരു ശരാശരി പെണ്ണ്. അത് കഴിഞ്ഞേ വരൂ മറ്റേത് പരിവേഷവും. അജയൻ സമാധാനത്തോടെ കിടന്നുറങ്ങിക്കോളൂ. ഇനി മുതൽ കൂടെ ഞാനുണ്ടാവും, ഒരു നല്ല സുഹൃത്തായി, ഒരു നല്ല... വക്കീലെ, എന്താ അജയ? എനിക്ക് വക്കീലിനോട് മനസ്സൂർന്ന് സംസാരിക്കണം. പിന്നെന്താ, എന്റെ മനസ്സിന്റെ വാതിലുകൾ അജയന് വേണ്ടി തുറന്നിട്ടിരിക്കുകയല്ലേ? യു ആർ ഓൾവേസ് വെൽക്കം. അജയ, ഓ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ. സ്വീറ്റ് ഡ്രീംസ്. ആ, എന്നാ കട്ട് ചെയ്തു. അയ്യാ, കണ്ടോ ആ കോളനിക്കാരനെ? കണ്ടായിരുന്നു. എന്നിട്ട് അവൻ എന്തു പറഞ്ഞു? ഇനി മേലിൽ അവളെ കാണില്ല എന്ന് പറഞ്ഞോ? പറഞ്ഞു. അവൻ വേറെ വല്ല ഡിമാൻഡ്സും പറഞ്ഞോ? കൂടുതൽ കാശോ മറ്റോ? ഇല്ല.